സോ വാട്സപ്പ് ഗെയിമേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. DPTയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാലമായി ഞാൻ വീഡിയോ ഇടാത്തത് ആ ഒരു സപ്പോർട്ട് കഴിഞ്ഞിട്ടാണ്. പിന്നെ നമ്മളിന്ന് വന്നോട്ടിടാൻ പോകണം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് എനിക്ക് പേടിയാക്കാൻ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ബെറ്റ് വാർസാണ് കളിക്കാൻ പോകുന്നത്. ഞാൻ സ്കിന്ന് മാറ്റണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബെഡ് വാർസിൽ എങ്ങനെ കളിക്കണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഫസ്റ്റ് നമ്മൾ ബെഡ് വാർസ് ടിപ്സാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ന്യൂബുകൾ ഈ ഒരു വീഡിയോ കാണുന്നതോടെ പ്രോ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഒരു ഹലോ. ഹലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കിപ്പോൾ അവിടെ സ്ക്രീന് നോക്കി കാണാം. ലോഡിങ്. ഓക്കെ, നമുക്കിപ്പം ബെഡ് വാർസ് എടുക്കാൻ അറിയാത്തോലെ ഈ വീഡിയോ നോക്കുന്നത് നല്ലതാണ്. ഇതാ ഇവിടെ നമുക്ക് ബെഡ് വാർസ് കാണാം. ഇത് നിൽക്കാം. സോ ബെഡ് വാർസിൻ്റെ ഇപ്പം ബ്രിഡ്ജ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ അതാ അവിടെ ഡുവൽസും ഒക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ സോളോ പ്ലെയറാണ് ഗൈസ്, പ്രൊഫഷണലാണ്. അപ്പോൾ നമ്മൾ ആദ്യം വോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ലത് എരോ. എൻ്റെ ഫ്രണ്ടേക്കും കളിച്ചു കുറച്ച് നേരം. സോ പ്രോബബ്ലി ഇവനൊരു നൂബാണ്, കളിക്കാനൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു നൂബാണ്. എന്നാലും അപ്പോൾ ഈ പാർക്കോർ ചെയ്യണേ ഞാനല്ല കേട്ടോ, ഞാൻ കൈതയാന്ന് വിചാരിച്ചല്ലേ. ഇതിപ്പനാ എൻ്റെ പാർക്കോർ ഞാൻ അടുത്ത കളിയിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനാണ് തുടങ്ങുന്നു. തുടക്കത്തിൽ ഇവൻ പാർക്കോർ മാത്രമേ ചെയ്യുള്ളൂ, അവന് കളിച്ചറിയില്ല. സോ നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് വന്നു എന്നുള്ളൂ. ദെൻ ഇതിവിടെ ആയാണ് നമ്മൾ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ സോഡ് വാങ്ങിയിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യണതാണ്. പക്ഷേ നമ്മളാരും സോഡ് വാങ്ങിയിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് പകരം നമ്മൾ ഇതെടുത്തിട്ട് ജസ്റ്റ് ഇതിപ്പം സോളോസ് അല്ലേ? അത് സോളോസ് ആണ്. നമ്മൾ ഒപ്പോണൻറ്റിൻ്റെ മുന്നേ നമ്മൾ റഷ് ചെയ്യണം എങ്ങോട്ട്, ഡയമണ്ടിക്ക്. ഇത് ബ്രിഡ്ജിങ്ങിൻ്റെ സ്കിൽസൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. അതൊന്നും എനിക്ക് തരാൻ കഴിയില്ല ഞങ്ങൾക്ക്. ആ മൊണ്ണ വരുന്നതിൻ്റെ മുന്നേ ഞാൻ അടുത്ത്. അപ്പം നമ്മളാണ് ഈ കളിയിലെ റഷേഴ്സ്, ദി ഫ്രീക്സ്. ഓക്കെ, റെഡ് ടീം ഹാസ് ബീൻ എലിമിനേറ്റഡ്. നമ്മുടെ അപ്പുറത്തെ ടീം എലിമിനേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഈസിയാണ്. കാരണം നമുക്ക് ഇൻഫിനിറ്റ് ഡയമണ്ട് ആണ്. എനിക്ക് അറിയില്ല, മാഗൻ്റെയാണ് എൻ്റെ അപ്പുറത്തുള്ളത്. അതായത് എലിമിനേറ്റഡ് അല്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നം അത്ര. ഓക്കെ, മൊണ്ണ വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മളിത് എടുക്കുക. നോ 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 നോ. ഓ ഷിറ്റ്, നമ്മളെ കൊന്നു. നോ പ്രോബ്ലം. എന്തായാലും കൊന്നു. പെയിനോ? നല്ലോണം പൊട്ടിക്കുക, നല്ലോണം കൈ തന്നെ കൊണ്ട്. ഞാൻ കോംബോ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ സോഡില്ല. അതാണ് സീന്. എനിക്ക് നല്ല കോംബോ ചെയ്യാൻ അറിയാം, പക്ഷെ എൻ്റെ സോഡ് വേണം. എന്തായാലും അവൻ്റെ ബെഡ് പൊട്ടിക്കൂല. ഞാൻ തരുന്ന വാക്കാണ്. അവനെക്കൊണ്ട് നടക്കൂല, കാരണം ഞാൻ അവനെ സമ്മതിക്കൂലേ. ഓക്കെ, ആ പൊട്ടൻ പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്ത് സാധനം എടുക്കാം. നോ, ഓൻ്റെ ബെഡ് പൊട്ടിക്കുപ്പം. നോ ഫെയർ. ഫാസ്റ്റ് എനിക്കോനെ എങ്ങനെയും കൊല്ലണം. ദിസ് ഈസ് ഗോയിങ് ക്രേസി ബഡി. നമുക്ക് ഈ ജമ്പ് എങ്ങാണ്ടും കിട്ടിയില്ലെങ്കിൽ ഓക്കെ. ഓൻ എന്തായാലും ആ ജമ്പ് കിട്ടിയില്ല. ഓക്കെ ഫൈൻ. ഓൻ ആർമർ എടുത്തു. നോ മാൻ, ദിസ് ഈസ് ഗോയിങ് സോ ക്രേസി. നോ നോ, ഐ വിൽ നെവർ അലോ ഫക്കിംഗ്. എനിക്ക് കാണിച്ചാടാ വേണമേ. ഈ കളി നമ്മൾ തോൽക്കും, കാരണം ഈ ഒരു ഒപ്പോണൻറ്റ് ഭയങ്കര വെറുപ്പി സാധനമാണ്. ഞാൻ കാണിച്ചു കൊടുക്കാം. വെയിറ്റ് ചെയ്യും. ഞാൻ ഒരു ആർമറം കണ്ടു എടുത്താൽ പിന്നെ അവൻ്റെ അന്ത്യമായിരിക്കും. നോക്കിക്കോ, എൻ്റെ എന്നാ വാക്കാം. എന്തായാലും ഇവനും കളി ജയിക്കില്ല, ഒരു സംശയം വേണ്ട. കാരണം ഈ മൊണ്ണത ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ഡുവോസായിരുന്നു ഞാൻ കളിക്കണ വെച്ചെങ്കിൽ ഞങ്ങളിപ്പോഴേ എമറാൾഡ് എത്തിയിട്ടുണ്ടാവും. ഇത് ഞാൻ ഒറ്റക്കായി പോയി. അതാ സീന്. കോംബോ ഞാൻ അവൻ്റെ ബെഡ് അങ്ങോട്ട് അടിച്ചിടാൻ പോവാം. ഒന്നും നോക്കില്ല. പക്ഷെ ഓൻ്റെ ഐലൻഡിക്ക് കാറിൽ തിരിപ്പാണ്. എൻ്റെ ബെഡ് ഡിസ്ട്രോയ് ആയി.
സോ പ്രോബബിലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കളി നമ്മൾ തോറ്റു. എന്തായാലും ഓൾക്ക് ഞാൻ കില്ല് കൊടുക്കില്ല, അത്രേ ഉള്ളൂ. ഓ എനിക്കാണ് കില്ല് കിട്ടിയടാ. അപ്പോൾ ഞാൻ ഡുവോസ് കളിച്ച് കാണിച്ചു തരാം. കാരണം നമുക്ക് അത്രയ്ക്ക് വലിയ സ്കില്ല് നമുക്കില്ല, നമ്മളും കുറച്ച് നൂബാണ്. ആരും അങ്ങനെ വമ്പൻ നൂബ് പറയാറ്റില്ല, കാരണം എൻ്റെ കിൽസൊക്കെ 300 ഉണ്ട്. ഓക്കെ, നമ്മൾ ഡുവോസ് കയറുന്നു. ഞാൻ കാണിച്ചു തരാം എൻ്റെ ഡീറ്റെയിൽസ്. ആരും തന്നെ ആ ഡെത്തുകൾക്ക് ഒരാൾ നോക്കരുത് പ്ലീസ്. കുറഞ്ഞ ഡെത്തേ ഉള്ളൂ, വെറും 1265 ഡെത്ത്, 300 കില്ലും. അപ്പോൾ എന്തായാലും ഉറപ്പിക്കാൻ ഞാനൊരു നൂബാണെന്ന്. പക്ഷെ ആരും അങ്ങനെ വിചാരിക്കണ്ട, കാരണം എൻ്റെ ബ്രിഡ്ജിങ് സ്കിൽ, എൻ്റെ PvP എല്ലാതും കൊണ്ട് ഞാൻ വളരെ ബെറ്ററാണ്. പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഡോസാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടുകൊട്ടോ. എന്താ പോടാ ഗുഡ് ബോയ്. അങ്ങനെ കളിക്കുക. സോ നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് പോകണം. അടുത്തത് ജമ്പ് ബ്രിഡ്ജൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ ഒരു പേടി എങ്ങാണ്ട് കിണ്ടിക്ക് എത്തി വീണാലോ. ഇതാണ് വാക്കിംഗ് ബ്രിഡ്ജ്, ഇത് പഠിക്കണം നിങ്ങൾ. ഓ സോംബി ഹാൻഡ്സ്, ഗെറ്റ് അപ്പ്. ഈ സോംബി ഹാൻഡ്സ് എന്താണ്? ഭയങ്കര വെറുപ്പി ഹാൻഡ്സ് ആണല്ലോ. നോ പ്ലീസ്. അവിടെ പോയടാ, ബെഡ് പൊട്ടി. ഓക്കെ, നമ്മൾ ഈ കളി പ്രോബബിലി പൊട്ടുന്നതായിരിക്കും. എൻ്റെ ടീമേറ്റ് എന്താടാ അവിടെ റഷ് ചെയ്യാൻ? ഞാൻ ഐ ഹേറ്റ് ഇറ്റ്. ഇതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ സാധാരണ ഇനി എൻ്റെ വാർക്കോറാണ് ഗൈസ്, കണ്ടുക്കോ. ഒന്നുകൂടി കാണും. എല്ലാവരും നെട്ടാൻ പോവാ. ദാറ്റ് വാസ് ജസ്റ്റ് എ മിസ്റ്റേക്ക്. മ്യാവ്. വാണമേ മാറ് വാണമേ. I can bridge faster than you. Get the fuck out of here, freak. ഓക്കെ, നമുക്കൊരു TNT മാനാണ് കിട്ടിയേക്കുന്നത് ടീമേറ്റ് ആയിട്ട്. എന്താ സോ അവിടെ ഉണ്ട് TNT മനുഷ്യൻ. സോ നമ്മൾ ബ്രിഡ്ജിങ് സ്കില്ലും തോന്നുന്നുണ്ടായിട്ട് കാര്യമുണ്ടോ ചോദിച്ചുണ്ട്, പക്ഷേ കളി അറിയാതെ അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതാണ് ഇന്ത്യൻ സീന്. കുറേ പിച്ചുമ്പോ ഇങ്ങനെ പറയാൻ അത്രേ ഉള്ളൂ. നമ്മൾ പ്രൊഫഷണൽസ്. ഇനി വേഗം കൊണ്ടിങ്ങിലേക്ക് പണിക്കോ. ടീമേറ്റ് വേഗം വാ മോനെ. റക്സിക്ക് മണ്ണ റങ്കച്ചേട്ടനെ. ഓൻ ചാവില്ല എന്ന് പ്രതീക്ഷിക്കും. ഓൻ ചത്ത ഞാൻ കളി തോൽക്കും. അതിനൊന്നും പറയാൻ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. നോ ഒരു 2 ആളുണ്ട്. ഞാൻ സപ്പോർട്ട് കൊടുക്കണം ശരിക്കും. അപ്പം ചെച്ചാവില്ല. ഫോൺ അതൊക്കെ എടുത്ത് ഇനി ഞാൻ എൻ്റെ തന്തക്ക് സപ്പോർട്ട് കൊടുക്കും. അവന്മാരുണ്ടല്ലോ അവിടെ ചാടി കളിക്കുന്ന കൊണ്ടുവന്നു. ഞാൻ എന്ത് ചെയ്യാൻ പോകണം അറിയാം നിങ്ങൾക്ക്? ഞാൻ ഇങ്ങനെ ഒരു സോഡ് വാങ്ങും, എന്നിട്ട് അതുപോലെ കോംബോ ചെയ്യാൻ പോകും. കോംബോ ഒരു നിങ്ങൾക്ക് 2 ആൾക്കാർ കോംബോ ചെയ്യല്ലേ? ഇമ്പോസിബിൾ ആടാ, ഇമ്പോസിബിൾ. പക്ഷെ നമ്മളത് പോസിബിൾ ആക്കും. 2 ആളില്ല, ഒരാളേ ഉള്ളൂ, മറ്റവനോ കൊന്ന്. അതെനിക്കൊരു ലാഗ് ഗൈസ്. ഓക്കെ, ഞാൻ കൊന്നു. എന്തായാലും എനിക്ക് ലാഗ് ഉണ്ടെങ്കിലും അണ്ണൻ പ്രോവാടാ. അണ്ണൻ ഉള്ളപ്പോൾ എന്തിനാ അണ്ണനെ പേടിക്കാൻ? അണ്ണനുള്ളപ്പോൾ എന്തിനാ അണ്ണ വിഷമിക്കുന്നേ? അത്രേ ഉള്ളൂ. നമ്മളെ പഞ്ച് എന്തോ ചെയ്യാൻ പോണെന്ന് എനിക്ക് തന്നെ അറിയില്ല. യെസ്, അത് തന്നെ. ഏത് തന്നെ? പോടാടുന്ന അനക്കല്ലേ പറഞ്ഞിരുന്ന ആള്. നമ്മൾ അസിസ്റ്റൻ്റ് വെറും തേച്ചിയാണ് കേസ്. എച്ചി. അതെ, നമ്മൾ എമറാൾഡിലോട്ടേക്ക് പോവുകയാണ്. നിങ്ങൾ ആ എമറാൾഡിൻ്റെ സ്ഥലം കാണുന്നുണ്ടോ? അതെ, സഹായിച്ചതിന് നന്ദി. നമ്മൾ ഡോറ വൈബാണ് ഗൈസ്. സോഡ് ഇങ്ങനെയാണ് എടുക്കേണ്ടത്, മനസ്സിലായോ? നിങ്ങൾ ആ എമറാൾഡ് ജനറേറ്റർ കാണുന്നുണ്ടോ? എൻ്റെ ബാക്കിലാണോ ഉള്ളത്? അമ്മച്ചി കുണ്ടച്ചി വരുന്നേ.
തള്ളേ തള്ളേ കൊല്ലല്ലേ തള്ളേ കൊല്ലേ. ഇവിടെ ജനറേറ്ററിൽ ഇതുണ്ട് ഗൈസ്. ചത്ത ലാഭമായല്ലോ, കുറേ ഗോൾഡ് കിട്ടി. അറ്റ് ദ സെയിം ടൈം യെല്ലോ ടീം എമറാൾഡ്. ഓക്കെ, എമറാൾഡ് ഒന്നല്ലല്ലോ, ഇനി ശരിയല്ല. ഇവിടെ നമുക്കിപ്പോൾ 2 ഇത് അവൈലബിൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ബെഡ് ഡിപ്പെൻഡ് ചെയ്യണം. ഇതാകുമ്പം പറഞ്ഞൊന്നുമല്ല, നമ്മൾ ഒറ്റക്ക് കണ്ടെത്തിയാണ് അല്ലേ? നമ്മൾ പറഞ്ഞൊന്നല്ല, ആരും സംശയം വെക്കണ്ട. അത്രേ ഉള്ളൂ. സംശയം ഉണ്ടോ? ഇല്ലേ, അതേല്ലോ. സോ നമ്മൾ ബെഡ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാ ഇങ്ങനെയാണ് നമ്മൾ ബെഡ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. പുതിയ അറിവല്ലേ, അതാണ്. താങ്ക് യു പറ അണ്ണാ. എനിക്കൊരു സബും ലൈക്കും തരുമോ? എന്താടാ കഷ്ടപ്പെട്ട് എന്ന് നമ്മൾ വീഡിയോ ഇടും. എന്നുമില്ല, കൊല്ലത്തൊരിക്കടും. എന്നിട്ടൊരു ലൈക്കും സബും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ വിടാത്തത് വീഡിയോ. എത്ര കരിഞ്ഞ് പറഞ്ഞിട്ട് എത്താടാ നിങ്ങൾ തരാത്ത കുട്ടന്മാരെ. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കിട്ടിയാൽ മതി, ഞാൻ അടുത്ത വീഡിയോ ഇടാം. അത്രക്കും ഗതികാടാണ് ഗുയിസ്. ഞായറാഴ്ചല്ലേ കറിയാം. ഇത് നമ്മൾ ഇങ്ങനെയാണ് ബ്രിഡ്ജ് ചെയ്യേണ്ടത്. പുതിയ അറിവല്ലേ, അതാണ്. ഐ ആം യുവർ ടീച്ചർ. എൻ്റെ ടീമേറ്റ് എല്ലാം ഒരാളും വാരി തന്ന് ഇനി നോക്കിയിട്ട് കാര്യമില്ല. സോ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ തന്നെയാണ്. നമ്മളെ പോലെ നമ്മളാവണം. നമ്മളെ പേഴ്സണാലിറ്റിയിൽ നമ്മളാവണം, അല്ലെങ്കിൽ നമ്മളാവൂല. ഞാൻ കണ്ടാടാ. സോ ഇമ്മളെ പോലെ മണം വളിയിടണം. പച്ച ടീമൊക്കെ എലിമിനേറ്റഡ് ആണ്. സോ നമ്മൾ റോസ്ക്കാണ് പോകേണ്ടത് ഇപ്പം ഗൈസ്. റോസ് വമ്പ ഡിഫെൻസൊക്കെ ഇട്ടുണ്ട്, പട്ടി ചേർക്കാണ് അവിടെ. സോ നമ്മൾ പച്ചയൊക്കെ ഇട്ട് ടാക്ടിക്സ് വെച്ചിട്ട് അണ്ടിയും കിണ്ടിയും കൂട്ടി നമ്മളോലെ കൊല്ലും. കാണോ ഇവലെന്ത് വെറുതെ പോലെ ചാവാനുള്ള കാരണം എനിക്ക് പറയാം. ഓല് ബെഡ് ഡിഫെൻഡ് ചെയ്തത് നല്ല സാധനം കണ്ട. ഇപ്പം എല്ലാ ടീം ആരും ഇല്ല ഗൈസ്. ഇവിടുത്തെ മൈ ഗോഡ്, ഇത് മാഗൻ്റെ ആണ്. ഇവിടെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് മറ്റേ ബ്ലൂ ടീം ഇവിടുന്ന് പോയത്. മനസ്സിലായോ? ബ്ലൂ ടീം മൈ ഫ്രീക്ക്. മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങൾ ബെഡ് കിട്ടി. ആരാടാ അത്? മൈ ഗോഡ്, എനിക്ക് മനസ്സിലായടാ. ഗ്രേറ്റ് ടീം. വെയിറ്റ്, വാട്ട് ദ നോ. സ്വന്തത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, കാരണം അവർക്ക് കഴിവില്ല.